രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണം എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനല്ലേ. റവ ദോശയായാലും നല്ല ക്രിസ്പി റവ ദോശ. അതിന് നമുക്ക് കുറച്ച് റവ ആദ്യം പാത്രത്തിലേക്ക് ഇടാം. ആവശ്യത്തിന് റവ കേട്ടോ, നമ്മുടെ വീട്ടിലെ ആൾക്കാരനുസരിച്ചിട്ടാണ്. എനിക്കവിടെ പ്രത്യേകിച്ച് അളവൊന്നും അറിയില്ല, അത്രയും റവ ഇട്ടിട്ടുണ്ട്. ഒരു ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് അളക്കാം. ഈ മൈദ വെക്കണം പലരും ചേർക്കൽ, ഞാൻ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ഹെൽത്തി കൂടെ ആയിക്കോട്ടെ. ഗോതമ്പ് പൊടി, പിന്നെ ഇടിയപ്പപ്പൊടിയാണ്, കുറച്ച് ഇടിയപ്പപ്പൊടി കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സവോള ഇടുന്നുണ്ട്. പിന്നെ ക്യാരറ്റും കൂടി ചേർക്കണം കേട്ടോ. ക്യാരറ്റ് ഞാൻ ഇതുപോലെ ഉറച്ചിടാൻ പറ്റും. അപ്പോൾ ഞാൻ കൈ കൊണ്ട് വീഡിയോ എടുക്കണപ്പോൾ എടുക്കാൻ പറ്റില്ല, ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ചെറുതായിട്ട് മുറിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇടാം. ഇനി ഇതിൽ ഉപ്പിടാം ആവശ്യത്തിന്. വേണമെങ്കിൽ ഇതിൽ അതിനാവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പച്ചമുളക് വേണമെങ്കിൽ മുറിച്ചിടാം കേട്ടോ. കുറച്ച് നല്ല പോലെ നമ്മൾ നീർദോശയൊക്കെ ആക്കണ പോലെ കുറച്ച് നല്ല പോലെ വെള്ളം ഒഴിക്കണം കേട്ടോ. പച്ചമുളക് ഇവിടെ ഇടുന്നില്ല, കാരണം പിള്ളേരും കൂടി കഴിക്കണതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല. വേറെ ഒരു കളറിന് വേണ്ടിയിട്ട് ബീൻസോ അങ്ങനെ വേറെ വെജിറ്റബിൾസും ആഡ് ചെയ്യാവുന്നതുള്ളൂ. നമ്മുടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ റവ ദോശയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വേണമെങ്കിൽ വെള്ളമാക്കാം, അത്ര മതി. അത് നമ്മൾ ചമ്മന്തിയോ ചട്നിയോ സാമ്പാറോ എന്തിൻ്റെ കൂടെയും കൂട്ടി ചൂടോടുകൂടി കഴിക്കുന്നതാണ് കൂടുതൽ രസം. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ദോശയാക്കാം. ഞാൻ ഓൾറെഡി രണ്ടുമൂന്നെണ്ണം ആക്കി കഴിഞ്ഞു, കാരണം മോനിന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ആക്കി കൊടുത്തു വേഗം. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതുപോലെ ആക്കണേ, അല്ലാണ്ട് ഇങ്ങനെ നീർദോശ പോലെ ആക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ കല്ലിൽ ചിലപ്പോൾ എടുക്കാൻ കിട്ടൂല. ഇങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ച് അടച്ച് വെക്കുന്നുണ്ട്. ഇതിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ടോ ഒരു ഒച്ച വെക്കും ഇങ്ങനെ പോലെ. അപ്പോൾ ഇത് മറിച്ചിടാനായിട്ട് നമുക്കെന്നിട്ട് ഇത് മറിച്ചിടാം. ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, ഒരു കൈ കൊണ്ട് മറിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് നല്ല ഇങ്ങനെ ക്രിസ്പിയാണ്. ഇത് ഞാൻ എന്താ പൊട്ടറ്റോ മസാലയില്ലേ, നമ്മുടെ മസാല ദോശയ്ക്ക് കൊണ്ടുവരുന്നത്, അതിൻ്റെ കൂടെ കേട്ടോ കഴിക്കൽ. അത് നല്ലൊരു കോമ്പിനേഷനാണ്. അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചട്നി ആക്കാം, പക്ഷേ ചട്നിയേക്കാളും ഇതാണ് നല്ലൊരു കോമ്പിനേഷൻ. നല്ല ടേസ്റ്റാണ്, നല്ല ചൂടുണ്ട്, നല്ല ചൂട് പോലെ മസാല ചൂട് ദോശയും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി. ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടോ ഇതുപോലെ ഉണ്ടാവാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇതൊരാൾ വന്നിട്ടുണ്ട്, ചൂടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അത് കഴിച്ച് നോക്ക്. ഇഷ്ടമായാ? സൂപ്പറാണോ? എന്നാൽ കഴിച്ചോ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക. അപ്പോൾ ഓക്കെ, ബൈ.